വർത്തമാന മലയാള നാടകവേദിയിലെ പ്രധാനികളിൽ ഒരാൾ ശ്രീ എമിൽ മാധവിയാണ് സോൾസേഴ്സിലെ ഇത്തവണത്തെ അതിഥി. നടൻ, സംവിധായകൻ, തിയേറ്റർ പ്രാക്ടീഷണർ, പോയട്രി പെർഫോമർ എന്നീ വിവിധ നിലകളിൽ അനന്യമായ പ്രതിഭ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കേരള സാഹിത്യ അക്കാദമിയുടേതുൾപ്പെടെ ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ശ്രീ എമിൽ മാധവിക്ക് സ്നേഹത്തോടെ സ്വാഗതം. ലങ്കാലക്ഷ്മി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് എനിക്കൊന്ന് മലയാളത്തിൽ ഉള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നാടകകൃതിയാണ്. എളുപ്പത്തിൽ ആരെങ്കിലും വിജയിക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് അല്ല അത്. കാരണം ഏത് സ്ഥലത്തേക്കും അത് നമ്മുടെ കയ്യിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകാനുള്ളൊരു സാധ്യതയുള്ള ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് എന്നുള്ള നിലയിൽ വളരെ സ്ട്രോങ് ആണ്. പക്ഷെ അതിൻ്റെ ഒരു രംഗഭാഷയിലേക്ക് വരുമ്പോൾ അതിനെ നമ്മളെ പിടിയിൽ ഒതുക്കാൻ ഭയങ്കര പണിയാണ്. കാരണം ഈ നാടകത്തിൻ്റെ ബലം എന്ന് പറയുന്നത് ആ ടെക്സ്റ്റാണ്, നമ്മുടെ വെല്ലുവിളി എന്ന് പറയുന്നത് ആ ടെക്സ്റ്റാണ്. അപ്പം ഞാൻ ബേസിക്കലി ഈ ടെക്സ്റ്റ് ഒരു ആക്ടിങ് പ്രാക്ടീസ് എന്നുള്ള നിലയിൽ ഏകദേശം ഒരു 4-5 വർഷമായിട്ട് ഞാൻ ഈ ടെക്സ്റ്റിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ലങ്കാലക്ഷ്മി ചെയ്യാനുള്ള ഒരു ആദ്യത്തെ പ്ലാന് എന്തായിരുന്നു എന്ന് വെച്ചാൽ 10 രാവണന്മാരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. രാവണൻ്റെ 10 തല പോലെ 10 ആക്ടേഴ്സിനെ കണ്ടെത്തുന്നു, 10 ഫ്ലേവറുകളുള്ള 10 രാവണന്മാരുടെ ഒരു പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ആലോചിച്ചിരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതൊരു സോളോ പെർഫോമൻസ് ആയിരിക്കണം. ഓരോ രാവണൻ്റെതും ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കണം. പക്ഷേ ഇത് ഏത് സമയത്തും നമുക്ക് കൂട്ടി യോജിപ്പിച്ച് ഒരൊറ്റ പ്ലേ ആക്കാനും പറ്റണം. അതായത് ഈ 10 ആക്ടേഴ്സിന് സൗകര്യപൂർവ്വം അവർക്ക് ഒറ്റയ്ക്കും ഇത് കളിക്കാൻ പറ്റണം, ഒരുമിച്ച് നമുക്ക് ഇതൊരു ഗ്രാൻഡ് പ്രൊഡക്ഷൻ ആയിട്ട് ഈ 10 ആളുകൾ വരുമ്പോഴേക്ക് എങ്ങനെ അത് ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഈ ഒരു ആലോചനയായിരുന്നു. അപ്പോൾ ഈ ആലോചനയുടെ മുകളിലാണ് ഞാൻ ഈ ടെക്സ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ അതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും, രാവണൻ്റെ ക്യാരക്ടർ എന്താണ്, നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചൊരു ക്യാരക്ടർ അല്ല ലങ്കാലക്ഷ്മിയിൽ ശ്രീകണ്ഠൻ നായർ തന്നെ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഇമോഷൻസ് നമുക്ക് ഡയറക്ടർ എന്നുള്ള നിലയിൽ എത്രത്തോളം ഇതിൻ്റെ ഇമോഷൻസ് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും, ഇതിനകത്തുള്ള കവിത നമ്മളൊരു വാക്ക് പറയുമ്പോൾ എങ്ങനെ പുറത്തേക്ക് വരും, ഇതിൻ്റെ ഒരു ആക്ടിങ് പാറ്റേൺ എന്തായിരിക്കണം, നമുക്ക് ഹൈ മെലോഡ്രാമയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഡയലോഗുകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ മെലോഡ്രാമ നമുക്കിപ്പം വേണോ, ഇപ്പോഴത്തെ ഓഡിയൻസിന് അത് ആവശ്യമുണ്ടോ, എനിക്കത് ആവശ്യമുണ്ടോ? ഞാൻ ഡയറക്ടർ എന്നുള്ള നിലയിൽ എപ്പോഴും ആലോചിക്കുക ഫസ്റ്റ് ഓഡിയൻ എന്നുള്ള നിലയിൽ എൻ്റെ ഡയറക്ടർ പേഴ്സ്പെക്റ്റീവ്. ഞാനാണ് ആദ്യത്തെ കാണി. എൻ്റെ കാണിക്ക് വേണ്ടാത്തതൊക്കെ ഞാൻ ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്യും, എൻ്റെ കാണിക്ക് കാണാൻ ആഗ്രഹമുള്ളത് ആഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ക്രിയേറ്റീവ് സ്പേസിനകത്ത് നമുക്ക് നമ്മുടെ ഇൻപുട്ടുകൾ ഏതൊക്കെ തരത്തിലാണ് വരുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. നമ്മളെ ഇൻപുട്ടുകളെയാണ് നമ്മളൊരു കാണി എന്നുള്ള നിലയിൽ കാണുന്നത്. ഈ സാധനം ഇതിനകത്ത് വർക്കാവുമോ, ഇത് വർക്കാവില്ലേ, അത് ഈ അറ്റ്മോസ്ഫിയറിനനുസരിച്ചും നമ്മുടെ അന്നപ്പോൾ ഉള്ള മൂഡിനനുസരിച്ചും നമ്മളതിനകത്തുള്ള ഹോംവർക്കിനനുസരിച്ചും അത് പല ലെയറിൽ നിൽക്കും. ചില നാടകങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും, നമ്മളെ ഹോംവർക്കുകൾ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ അത് താഴെ പോകും. നമ്മൾ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്കായി യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വീണ്ടും നമുക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങും. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് എങ്ങനെ പുതിയ വർക്ക്, ഓരോ വർക്കും നമ്മുടെ എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ള ഒരു ആലോചനയുണ്ട്. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ തന്നെ തുടർന്നുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പം ഞാൻ ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള വർക്കുകൾ അങ്ങനെ ഒരു 2-3-4 വർഷമായിട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഒരു പെർഫോമൻസ് പ്രാക്ടീസാണ് അധികം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ 2017 മാക്ബത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നോ ബ്ലഡ് ഇൻ മാക്ബത്ത്. മാക്ബത്തിനകത്തുള്ള 4 ഡയലോഗ് മാത്രം അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ടെക്സ്റ്റിനപ്പുറത്തേക്ക് ഡയലോഗിനപ്പുറത്തേക്ക് വേറൊരു ക്യാരക്ടറും പെർഫോമൻസും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഞാൻ മത്സര നാടകത്തിന് പറ്റിയ ഒരാളല്ല. കാരണം മത്സരിച്ച് പലപ്പോഴും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രയാങ്കിൾ പ്ലേ ഒക്കെ മത്സര നാടകത്തിൽ കൊണ്ടുപോയിട്ട് അത് അവിടെ വർക്കായില്ല. പ്ലേ ആൾക്കാർക്ക് ഇഷ്ടമാവുകയും നമ്മുടെ അടുത്തേക്ക് ഭയങ്കര, എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു. കർട്ടൻ പൊക്കി ആൾക്കാർ മുഴുവൻ അകത്തേക്ക് കയറി വരുന്നു, നമ്മളോട് സംസാരിക്കുന്നു. നമ്മൾ അത് തിയേറ്ററിന് മാത്രം തരാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസാണ്. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക നാടകം കഴിഞ്ഞിട്ട്. അപ്പം പക്ഷെ ആ മത്സരത്തിനകത്ത് തള്ളപ്പെട്ടു. കാരണം അവർ പറഞ്ഞത് ഈ നാടകത്തിന് സെലക്ട് ചെയ്യുന്ന നാടകങ്ങൾക്ക് 1 ലക്ഷം രൂപ അക്കാദമി കൊടുക്കും. 3 സ്റ്റൂളുമായി വന്ന ആൾക്കാർക്ക് 1 ലക്ഷം കൊടുക്കാൻ പറ്റൂല. അത്രയും വിവരമില്ലാത്ത ജഡ്ജസ് ആയിരുന്നു അന്ന് അത് ജഡ്ജ് ചെയ്തിട്ടുണ്ടായത്.
എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-85,000 രൂപ ഞാൻ അതിന് ചിലവാക്കി എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ ഡ്രാമ സ്കൂൾ കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും വൈഫിൻ്റെ കയ്യിൽ നിന്നും എടുത്തിട്ട് അത് ഒന്നിച്ച് ചിലവാക്കേണ്ടി വന്നിട്ടില്ല, കുറേശ്ശെ കൊടുത്ത്. ആക്ടേഴ്സിന് ഞാൻ കാശ് കൊടുത്തു. 2 ആക്ടേഴ്സിന് തന്നെ അന്ന് ഒരു ആക്ടറിന് കാശ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്തു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മരത്തിൻ്റെ പണിയെടുക്കുന്നതിൻ്റെ പൈസ ഞാൻ ഇയാൾക്ക് കൊടുത്തു. കാരണം ആക്ടേഴ്സിനല്ലേ കാശ് കൊടുക്കേണ്ടത്. 30-40 ദിവസം വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർക്ക് ഒരു ദിവസം 200 രൂപ പോലും കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാർലൈറ്റിന് 200-250 രൂപ വാടക ഉണ്ട്. അതിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, അത് കൊടുത്തേ പറ്റൂ. അപ്പം ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് അപ്രോച്ച് മിസ്സിങ് ആണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമല്ലേ. അതാണ് ഞാൻ നേരത്തെ കടലക്കാരൻ്റെ ഉദാഹരണം പറഞ്ഞത്. കടല ഉണ്ടാക്കുന്നവനറിയാം അയാൾ 100 രൂപയ്ക്ക് വാങ്ങിയാൽ ഒരു 110 രൂപയ്ക്ക് ഇത് വിൽക്കണം എന്ന്. നാടകം നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ആവേശമാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ഏരിയ പൂർണ്ണമായിട്ട് മിസ്സിങ്ങാണ്. പുറത്തൊക്കെ നാടകത്തിൻ്റെ റിഹേഴ്സൽ കാണാൻ വരെ ടിക്കറ്റാണ്. പീറ്റർ ബ്രൂക്കിൻ്റെ ഒക്കെ റിഹേഴ്സൽ കാണാൻ ആൾക്കാർ ടിക്കറ്റ് എടുത്തു. റിഹേഴ്സൽ നാടകം പോലും മനസ്സിലാവില്ല, നാടകത്തിൻ്റെ ചില ഏരിയകളായിരിക്കും ചെയ്യുക. റിഹേഴ്സൽ കാണാൻ ടിക്കറ്റ് എടുത്ത് വരും. നമ്മുടെ നാട്ടിൽ അതൊന്നും സംഭവിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാടിന് ചേർന്ന, നമ്മുടെ നാടിൻ്റെ എക്കണോമിക് സിസ്റ്റത്തിന് ചേർന്ന പുതിയ രംഗഭാഷ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള. അപ്പം ഞാൻ ലങ്കാലക്ഷ്മിയിലേക്ക് തിരിച്ചു വന്നാൽ ഈ ടെക്സ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു കൺസേൺ, ഇത് കംപ്ലീറ്റ് ഒരു ആക്ടേഴ്സ് പ്ലേ ആയിരിക്കണം. ആക്ടേഴ്സിൻ്റെ ഒരു ഗ്ലോ, ആക്ടേഴ്സ് ഡയലോഗ് പറയുമ്പം അവർ ചലിക്കുമ്പോൾ അത് നമ്മളെ സ്ഥിരം മത്സര നാടകത്ത് കണ്ട പഴകിയ ഒരു രീതി അല്ലാതെ ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യണം. നമ്മൾ സ്ഥിരം മത്സരത്തിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഇതിനകത്ത് ഉപയോഗിക്കരുത്. ഇത് നമ്മളിപ്പോൾ ലങ്കാലക്ഷ്മിയിൽ ഉപയോഗിച്ച ടെക്നിക്ക് വളരെ പോസ്റ്റ് മോഡേൺ ടെക്നിക്കൊന്നുമല്ല. എൻ്റെ മനസ്സിൽ ഈ 10 രാവണന്മാരുടെ സാധനം പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഒരു പുതിയ കാലത്ത് നിൽക്കുന്ന സാധനമാണ്. ഇത് മത്സരമായതുകൊണ്ടും എന്നെ സംബന്ധിച്ച് ഒരു എക്സ്പെരിമെൻ്റൽ വർക്കല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഈ ടെക്സ്റ്റിൻ്റെ കവിത പുറത്തേക്ക് കൊണ്ടുവരണം. ആക്ടേഴ്സിനെ കണ്ടാൽ ആൾക്കാർ നോക്കിയിരിക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് ഇതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ നാടകത്തിനകത്ത് ഉപയോഗിച്ച വടി പോലും ആക്ടിങ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതിലേക്ക് കയറി വരുന്നതാണ്. നമ്മുടെ ഡിസൈൻ വേറെ ആയിരുന്നു. ഡിസൈനകത്ത് പക്ഷേ ഈ വടി എന്താ പറയുക, അത്ര ഒരു പുതിയ ടെക്നിക്കല്ല. രാമാനുജൻ മാഷ പോലുള്ള ഡയറക്ടേഴ്സൊക്കെ വർഷങ്ങൾക്ക് മുന്നേ വടി വളരെ സജീവമായിട്ട് ഉപയോഗിച്ച് പല രീതിയിൽ നമ്മൾ അതേ സാധനം ഉപയോഗിച്ച്. പീറ്റർ ബ്രൂക്ക് ഇതേ സെയിം സാധനം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹാംലെറ്റിനകത്ത് വാൾപ്പയറ്റ് നടക്കുന്ന ഒരു ചൂരൽ കൊണ്ടാണ് പീറ്റർ ബ്രൂക്ക് ചെയ്യുന്നത്. അത് മതി. ഹാംലെറ്റിൻ്റെ അച്ഛനായിട്ടുള്ള ആൾ പ്രേതം വരുന്ന സീന് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ഗോസ്റ്റിൻ്റെ എൻട്രി നമ്മൾ എന്തൊക്കെ ചെയ്യും, പുകയിടുകയും ലൈറ്റ് മാറ്റുകയും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ പീറ്റർ ബ്രൂക്ക് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. ഒരാൾ നടന്ന് ഹാംലെറ്റിൻ്റെ അടുത്തേക്ക് വരുന്നു. ആ നടത്തത്തിൻ്റെ ഋതത്തിനകത്തും അയാളുടെ കണ്ണിനകത്തും ഈ ശബ്ദത്തിനകത്തും ഗോസ്റ്റ് നമ്മൾ ഫീൽ ചെയ്യും. നിങ്ങൾ എത്ര ലൈറ്റ് ഇട്ടിട്ടും പുകയിട്ടിട്ടും ആ പ്യൂരിറ്റി നിങ്ങൾക്ക് കിട്ടൂല. അതാണ് എംപ്റ്റി സ്പേസ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഹാംലെറ്റിനകത്തൊക്കെ പീറ്റർ ബ്രൂക്ക് പൊതുവെ ടെക്സ്റ്റിൽ ഭയങ്കര ബേസ്ഡാണ്. അയാളുടെ ആക്ടേഴ്സ് ടെക്സ്റ്റ് പറയുന്നതൊക്കെ നമ്മുടെ ഒരു എല്ലാ കാലത്തും നമുക്കുള്ളൊരു റെഫറൻസാണ്. അപ്പം ഞാൻ എൻ്റെ ആക്ടേഴ്സിനും കൊടുത്തിട്ടുള്ള റെഫറൻസ് പീറ്റർ ബ്രൂക്കിൻ്റെ മഹാഭാരതവും ഹാംലെറ്റും ഒക്കെ തന്നെയാണ്. മഹാഭാരതത്തിൽ ഭീമൻ വരുന്നു. ഭീമൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമുക്ക് കിട്ടിയാൽ അറിയാം നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടും. ഭീമൻ എങ്ങനെയാണ് ഭീമനാവാൻ നോക്കും. പീറ്റർ ബ്രൂക്കിന്റെ ഭീമൻ വളരെ സിമ്പിളായിട്ട് വരുന്നു. അയാൾ സ്ട്രോങ് ആവേണ്ട സ്ഥലത്ത് അയാൾ വളരെ സ്ട്രോങ്ങാ ലൈഫിലേക്ക് ഇറങ്ങി വരുന്നു. കാരണം ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, നമ്മുടെ മാതൃകകൾ മുൻപേ ഉള്ള നാടകങ്ങളാണ്. ഒരിക്കലും തിയേറ്ററിൻ്റെ മാതൃക നേരത്തെ കഴിഞ്ഞ നാടകം ആവരുത്. നമുക്ക് ഇഷ്ടം പോലെ റെഫറൻസ് ഈ ലോകം മുഴുവനുണ്ട്. നമ്മളൊരു ലൈറ്റ് റെഫറൻസ് എടുക്കാൻ നിങ്ങൾ നേരത്തെ കണ്ട നാടകത്തിലേക്ക് പോകരുത്. നിങ്ങൾ ഒന്നെങ്കിൽ ബീച്ചിൽ പോവുക, അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് പുലർച്ചെ ഇറങ്ങി നടന്നാൽ നിങ്ങൾക്ക് ലൈറ്റ് റെഫറൻസ് കിട്ടും. നിങ്ങൾക്ക് മൂവ്മെൻറ്റ് റെഫറൻസ്, നിങ്ങൾക്ക് ആക്ടിങ് റെഫറൻസ് കിട്ടണമെങ്കിൽ നേരത്തെ കഴിഞ്ഞ നാടകത്തിലേക്കോ ഒരു കഴിഞ്ഞ സിനിമയിലേക്കോ പോകരുത്. നിങ്ങൾ സ്ട്രീറ്റിലേക്ക് പോവുക, മനുഷ്യന്മാരെ കാണുക. മനുഷ്യന്മാരുടെ അടുത്ത് നിന്ന് നമുക്ക് ആ റെഫറൻസ് കിട്ടും. നാടകത്തിൽ കൈ ഉയർത്തുന്ന പോലെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ കൈ ഉയർത്തിയെന്ന് എനിക്ക് വിശ്വാസമല്ല. നമ്മളെ ടിപ്പിക്കൽ നാടകത്തിനാണ് അച്ഛാ എന്ന് ഒരു മകനും ഒരച്ഛനെ വിളിച്ചിട്ടുണ്ടാവില്ല. ഇത് നാടകത്തിന് മാത്രം വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു ഫോമായിട്ട് മാറാതിരിക്കാൻ നമ്മളെങ്ങനെ അച്ഛനെ വിളിക്കും?
എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ അച്ഛ എന്നുള്ളത് ഏതൊക്കെ രീതിയിൽ വിളിച്ചിട്ടുണ്ടാവും. അതിനകത്തൊന്നും കയറി വരാത്തൊരു സാധനമാണല്ലോ അച്ഛ. അപ്പം ഇത് നമ്മളെ ആക്ടിങ്ങിനകത്ത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? സോറി, രാവണനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം രാവണനെ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം രാവണൻ? രാവണനെ നമുക്ക് പരിചിതമല്ലാത്ത ഒരു രാവണനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും? രാവണൻ്റെ ഷെയ്ഡ്സ് എന്തായിരിക്കണം? അയാളുടെ ഇമോഷൻസ് എന്തായിരിക്കണം? ഇപ്പം ലങ്കലക്ഷ്മിയിലാണെങ്കിലും രാവണൻ എന്ന് ഒറ്റ തോട്ടിൽ നമുക്ക് കേൾക്കുന്ന ഒരു രാവണനല്ല. അയാൾ ഹൈ കോൺഫിഡൻസിൽ നിൽക്കുന്നിടത്താണ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അയാളുടെ കോൺഫിഡൻസ് ഓരോ ഘട്ടവും താഴേക്ക് പോകുന്നു, അയാൾ വീണ്ടും ഉയരാൻ നോക്കുന്നു, വീണ്ടും താഴേക്ക് പോകുന്നു, ഉയരാൻ നോക്കുന്നു, വീണ്ടും താഴേക്ക് പോകുന്നു, ഉയരാൻ നോക്കുന്നു. ഇങ്ങനെ പോയി അയാളുടെ മരണത്തിലേക്ക് എത്തുകയാണ്. അപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചിരുന്ന എൻ്റെ ഒരു പ്രധാന തോട്ട് എന്തായിരിക്കാം രാവണൻ നായകനായിട്ടുള്ളൊരു ടെക്സ്റ്റിന് ശ്രീകണ്ഠൻ നായർ ലങ്കാലക്ഷ്മി എന്ന് പേരിട്ട്. ഒരുപാട് പേരുകൾ അതിനുണ്ടാവാമല്ലോ. എന്തുകൊണ്ടായിരിക്കാം ലങ്കാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ത്രൈണമായിട്ടുള്ള, വളരെ നമുക്ക് വേറൊരു തരത്തിൽ നമ്മുടെ ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്ന രാവണൻ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബലം. ലങ്കാലക്ഷ്മി ആ ബലത്തിനെയല്ല ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, ഇത്രയ്ക്ക് ഗംഭീരനായിട്ടുള്ളൊരു നാടകകൃത്ത്, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു നാടകത്തിന് ലങ്കാലക്ഷ്മിന്ന് പേരിടണമെങ്കിൽ അയാൾക്കൊരു റീസൺ ഉണ്ടാവും. വേറെ റീസൺ ഒന്നല്ല, അത് വളരെ കൃത്യമായിട്ട് രാവണൻ്റെയോ രാമൻ്റെയോ കഥയല്ല. ശൂർപ്പണഖ മുതൽ അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാലത്തും യുദ്ധത്തിനകത്ത് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള, ആക്രമിക്കപ്പെട്ടിട്ടുള്ള പെണ്ണുങ്ങളെയാണ് ഇയാൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ആ എക്സ്പീരിയൻസ് നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മളെ ജേണി ആ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യും? പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലെങ്കിൽ ആരാണ് എൻ്റെ പ്രേക്ഷകർ എന്ന് നമ്മൾ നിശ്ചയിക്കണം എന്ന് പറയും. ചില ആർട്ടിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് നിങ്ങളെ ഓഡിയൻസ് ആരാണ് എന്ന് നിങ്ങൾ നിശ്ചയിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ചില മെഹദി ഹസനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇതെന്താ സംഗീതം പോരല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. മെഹദി ഹസന് കൃത്യമായിട്ട് അറിയാം അയാളുടെ ഓഡിയൻസ് ആരാണ്. എല്ലാത്തിനകത്തും നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഓഡിയൻസിൻ്റെ രീതി എന്താണ്, ഇവിടുത്തെ മാത്രമല്ല, ഇവിടുത്തെ തന്നെ സെപ്പറേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ നാട്ടിലും മത്സര നാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് വളരെ സാധാരണക്കാരായ മനുഷ്യന്മാർ. അവർക്ക് വലിയ ഹൈലി എക്സ്പെരിമെൻ്റൽ ഒന്നും ചിലപ്പം കണക്റ്റ് ആവില്ല. അപ്പം ഇത് മനുഷ്യരിലേക്ക് എത്തിക്കണം. നമ്മളെ കയ്യിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഈ ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പരിപാടി. വേറെ ഒന്നും നമ്മളങ്ങനെ വലിയ മാരകമായിട്ട് ചെയ്തിട്ടില്ല. ഒരു ആക്ടിങ് ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു അത്. നമ്മളെല്ലാ ആക്ടേഴ്സും അവർ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എസ്തെറ്റിക്സ് എന്താണ്, അതിൻ്റെ ഒരു കൺട്രോൾ എവിടെയാണ് വേണ്ടത്, സംഭാഷണം പറയുമ്പോഴും ചലനത്തിലും. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഫിസിക്കലി പല കപ്പാസിറ്റിയാണ്. പക്ഷെ ഞാൻ പേഴ്സണലി ഞാൻ ചെയ്യുന്ന വർക്കുകളിലൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആക്ടേഴ്സിനോട് എപ്പോഴും പറയുന്നത്, എന്തിനാണ് നിങ്ങൾ നാടകം ചെയ്യുന്നത്? ഏറ്റവും സിമ്പിളാണ് അതിൻ്റെ ഉത്തരം, നമുക്ക് കിട്ടുന്ന സന്തോഷമാണ്. ഇതല്ലാതെ നമുക്ക് ഭയങ്കര ഉത്തരങ്ങളൊക്കെ പറയാം. ഞാനും ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ആ കാര്യം നാട്ടുകാരിലേക്ക് ഞാൻ നാട്ടുകാരിലേക്ക് എത്തിച്ചിട്ട് ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് എന്താ, നമ്മൾ ഈ 10-45 ദിവസം നമ്മൾ ഹാപ്പിയാണോ, ആ ഹാപ്പിനെസ്സിൻ്റെ ഒരു ഹൈറ്റിലേക്ക് പല വേരിയേഷൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ ചുമ്മാ മൂളിയാൽ മതി, നിങ്ങളൊന്നും പറയണ്ട, അത് ആൾക്കാരിലേക്ക് എത്തും. ആൾക്കാർ അത് എടുത്തുകൊണ്ടേ പോവുള്ളൂ. നിങ്ങൾ പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയമൊന്നും വിളിച്ചു പറയേണ്ട കാര്യമില്ല. കാരണം അൾട്ടിമേറ്റ്ലി ഇമോഷൻസ് ആണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. തിയേറ്റർ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും മറന്നു പോകുന്ന സാധനമാണ്. ഭയങ്കര ലൗഡായിട്ട് വിളിച്ചു പറയൽ പദ്ധതിയാണ് നമ്മുടെ നാടകങ്ങൾ പൊതുവേ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പൊളിറ്റിക്സാണ് കിട്ടുന്നത് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ ഉത്തരം? പക്ഷെ മ്യൂസിക് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലേ? മ്യൂസിക് നമ്മളെ ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ആ കണക്ഷനകത്ത് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മുടെ അനുഭവങ്ങളുണ്ട്, നമ്മുടെ ലൈഫുണ്ട്. എല്ലാ സാധനങ്ങളും ആർട്ടിനകത്തേക്ക് വരും. നമ്മളിതിനെ ഒരൊറ്റ ആംഗിളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആർട്ടിൻ്റെ ഒരുപാട് സാധ്യത മിസ്സായി പോകുന്നു എന്നുള്ള.
അപ്പോൾ ആ സാധ്യതകൾ മിസ്സാകാതെ വളരെ സിമ്പിളായിട്ട് ആക്ടേഴ്സ് ഗ്ലോ ചെയ്യുന്ന ഒരു അവസ്ഥ കാണുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട. എൻ്റെ എല്ലാ ആക്ടേഴ്സും ഭയങ്കര അതിമനോഹരമായിട്ട് അവരവരുടെ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്തു. പല രീതിയിലേക്ക് കയറി പോകാൻ സാധ്യതയുള്ള സാധനത്തിനെ നമ്മളൊരു ടീം വർക്കിനകത്ത് അത് വന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഒരാൾ പറഞ്ഞാൽ അത് ഇങ്ങനെയല്ലല്ലോ നാടകം ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ അതിനകത്തേക്ക് വരൂല. കാരണം ഈ നിറഞ്ഞ കുടം നമുക്ക് പിന്നെ നിറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നാടകത്തിൽ നേരത്തെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും അവര് പുതുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ആ ഒരു പുതുക്കൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെ ഇടയിൽ ഭയങ്കര ഒരു സ്നേഹം ഡെവലപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ സിനാരിയോയിൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് നടക്കുന്ന ഒരു ഡിസ്കഷനാണ്, ആരാണ് ഡയറക്ടർ? ഇയാൾക്കാരാണ് ഇത്രമാത്രം അധികാരം കൊടുത്തിട്ടുള്ളത്? ഇയാൾക്ക് തെറി പറയാൻ ആരാ അധികാരം കൊടുത്തിട്ടുള്ളത്? അപ്പൊ ഇതൊരു വലിയ ഡിസ്കഷനാണ് നമ്മളെ കാരണം ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പൊസിഷന് ഭയങ്കര പവർ കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ ഏത് സ്പേസിലുള്ള ആളാണെങ്കിലും ഡയറക്ടർ ചിലപ്പോൾ തെറി പറഞ്ഞാൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കും. പക്ഷേ ഏറ്റവും പുതിയ കാലത്ത് ഇത് ഭയങ്കര അപ്പൊളിറ്റിക്കലാണ്. നിങ്ങൾ എന്ത് പൊളിറ്റിക്സ് പറഞ്ഞിട്ടും നിങ്ങൾ ചെയ്യുന്ന, ഇപ്പൊ ഗോദാർദൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ സിനിമ ചെയ്യല്ല, പൊളിറ്റിക്കലായിട്ട് സിനിമ ചെയ്യാണ് പ്രധാനം എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ അധികാരത്തിനെതിരെ സംസാരിക്കുകയും നാടകം ചെയ്യുകയും ഇത്രമാത്രം അധികാര പ്രയോഗം നിങ്ങൾ ആക്ടേഴ്സിൽ നടത്തുകയും ചെയ്താൽ പിന്നെ നിങ്ങളെ പൊളിറ്റിക്സ് വില കുറഞ്ഞ പൊളിറ്റിക്സ് ആണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ ഇത് എങ്ങനെ ആക്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇത് നമ്മളൊരു അധ്യാപകൻ സ്റ്റുഡന്റ് എന്നുള്ളൊരു ലൈനിലാണ് ഡയറക്ടറെയും ആക്ടേഴ്സിനെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കോ വർക്കേഴ്സ് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം എനിക്കറിയാം, ഞാൻ ആൻഡ്രിയ കുസ്മാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു UK ഡയറക്ടർ എടുത്ത് ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് സാറെന്ന് വിളിച്ചപ്പം ആൾ സ്റ്റോപ്പ് ചെയ്തു. യു ക്യാൻ കോൾ മൈ നെയിം, യു ഷുഡ്. ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. അദ്ദേഹം എന്നെക്കാൾ വളരെ ഏജ്ഡ് ആയിട്ടുള്ള, വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിനെ ആൻഡ്രിയ എന്നാണ് വിളിച്ചത്. എനിക്ക് പ്രയാസമായിരുന്നു ആളെ പേര് വിളിക്കാൻ. പക്ഷെ അത് അയാളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ എന്തിനാണ് സാറെന്ന് വിളിക്കുന്നത്? അയാൾ വളരെ കംഫർട്ടബിൾ ആണ്. അപ്പം നമുക്കൊരു എന്താ പറയാ, ഞാനിവിടെ വന്ന സമയത്തും നമ്മളെ ആക്ടേഴ്സിൽ പല ആൾക്കാരും പറഞ്ഞ നിങ്ങൾ ചീത്ത പറയുന്നില്ല, അവരെ ഇതാക്കുന്നില്ല. ഞാനെന്നപ്പം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് ടൈറ്റാക്കി പിടിക്കേണ്ട സ്ഥലത്ത് അത് ഞാൻ ടൈറ്റ് ചെയ്യും. അതിന് തെറി പറയണമെന്നില്ല. ഇപ്പൊ നമ്മളെ നാടകത്തിനകത്ത് ഏറ്റവും മോശം റിഹേഴ്സൽ ഉണ്ടായ ദിവസം ഞാൻ സംസാരിക്കാതിരിക്കുക ചെയ്ത്. നമ്മളൊരു മരണ വീട്ടിൽ ഇരിക്കുന്ന പോലെ ഇരുന്നു കുറച്ച് സമയം. ഞാനത് 2 ചീത്ത വിളിച്ച് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ എനിക്കെന്ത് അധികാരമാണ് ഈ മനുഷ്യന്മാരെ ചീത്ത വിളിക്കാൻ? പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. നമ്മളൊരു ആർട്ട് മേക്കിങ്ങിനകത്ത് വളരെ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു ഡിസ്കഷനാണ്. ഇതൊരു വളരെ എന്താ പറയുക, ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമായിട്ട് മാറണം. നമ്മളിപ്പോഴും ഡയറക്ടർ ഒരു ടീച്ചർ എന്നുള്ള നിലയിലാണ് നിലനിൽക്കുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, ഞാൻ ടീച്ച് ചെയ്യാനല്ല വന്നിട്ടുള്ളത്. നമ്മളിത് ഒന്നിച്ച് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഒന്നിച്ച് ഡെവലപ്പ് ചെയ്യുന്നു. അതിനകത്ത് എവിടെയാണോ നമുക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ആ ഏരിയയിലാണ് നമ്മൾ ഇടപെടുന്നത്. അപ്പം ഒരു മോശം ആക്ടർ ആണെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മോശം ആക്ടർ ആണെങ്കിൽ ഇയാളെ തയ്യാറാവുക എന്നുള്ള, തയ്യാറാവാത്തൊരു മനുഷ്യന്റെ ശരീരത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ തയ്യാറാവല് ആക്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായാലാണ് നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ ആ രീതിയിൽ ആക്ടേഴ്സ് പ്ലേ എന്നുള്ള നിലയിലാണ് ലങ്കാലക്ഷ്മി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പ്രസന്റ് ചെയ്ത സമയത്തും ടെക്നിക്കലായിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പറയാറുണ്ട്, എന്താണ് തിയേറ്റർ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ, ഞാൻ എപ്പോഴും പറയുന്നത്, മനുഷ്യന്മാരെ വായിക്കുന്നൊരു വിദ്യയാണ്. ആ വായന ഭയങ്കര രസകരമാണ്. അത് ഓരോ പുതിയ ആൾക്കാരെ. പിന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണാലിറ്റിയിൽ തന്നെ ഞാൻ മനുഷ്യന്മാരെ ജഡ്ജ് ചെയ്യാറില്ല. ഈ മനുഷ്യൻ ഇങ്ങനെയാണ്. കാരണം നമ്മൾ ക്യാരക്ടേഴ്സിനെ കുറിച്ചും നാടകത്തിനെ കുറിച്ചും എല്ലാ മനുഷ്യന്മാരും അവരവരാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ വേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ട് എന്താ, അതിൻ്റെ ആവശ്യമല്ല. ഏത് മനുഷ്യനും അയാളുടെ പല വേരിയേഷൻസ് വരുമ്പോഴല്ലേ രസകരമാവുക. അപ്പം അത്തരത്തിലുള്ള
ഹ്യൂമൻ ബോഡിയും സ്പേസും ടൈമും ഒക്കെ തന്നെയാണ് നമ്മളെ തിയേറ്ററിൽ കുറച്ച് നിർത്തുന്നത്. ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് നാടകം കാണാൻ ഒരാളും വരില്ല. ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും നാടകം കാണണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹമുള്ള ഒരു വളരെ ചെറിയ ഗ്രൂപ്പാണ് ഇതിലേക്ക് വരിക. ഇപ്പോൾ UAE എത്ര മലയാളികളുണ്ട്, അതിലൊരു 1000 പേര് നാടകം കാണാൻ വരുന്നു നമുക്ക് കരുതാം. ഇതേ അവസ്ഥ തന്നെയാണ് നാട്ടിലും. നാട്ടിൽ നിങ്ങൾ ഗാനമേള വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർ നാടകം കാണാൻ വരില്ല. പക്ഷേ നാടകം കാണാൻ വരുന്ന ആളുകൾ വളരെ കമ്മിറ്റഡ് ആയിരിക്കും. പക്ഷെ നാട്ടിൽ ഇവിടെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നാട്ടിൽ പല കൺസേണുകളും പലപ്പോഴും ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ വേറെ കൺസേൺ ഒന്നുമില്ല. നാടകം കാണുക, നാടകത്തിനെ വളരെ സീരിയസ് ആയിട്ട് വളരെ അച്ചടക്കത്തോടുകൂടെ കാണാൻ വേണ്ടി വരുന്ന ഒരു ഓഡിയൻസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഇവിടെയുള്ള നാടക പ്രവർത്തകരും. കാരണം എന്തൊക്കെ സ്ട്രെയിൻ എടുത്തിട്ടാണ് ജോലി അങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നോ എന്ന് പറയാവുന്ന ഒരു സ്ഥലത്താണ് യെസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിലേക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് വേണ്ടാന്ന് വയ്ക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാം, നാടകം വർഷങ്ങളായി ചെയ്യുന്ന ആൾക്കാർ പോലും ജോലിയുടെ സ്ട്രെയിൻ കൊണ്ട് ഈ പ്രാവശ്യം നാടകത്തിൽ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടി വരുന്നു. പക്ഷെ അതിനകത്ത് 5-8 നാടകങ്ങൾ ഉണ്ടാകുന്നു, അതിൽ അത്രയും ആൾക്കാർ വരുന്നു. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, എന്തിനാണ് നിങ്ങൾ ആർട്ട് ചെയ്യുന്നത്? നമുക്കിത് തരുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങൾക്ക് വേറെ എവിടെ നിന്നോ കിട്ടൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഭയങ്കര കിക്കുണ്ട്. ആ കിക്ക് ഭയങ്കര രസകരമാണ്. തിയേറ്ററിനകത്ത് ഞാൻ എപ്പോഴും തമാശക്ക് പറയുന്നത് കുട്ടിച്ചാത്തനെ പോലെയാണ് എന്ന് പറയും. നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് കുട്ടിച്ചാത്തൻ നമ്മളോട് ഭയങ്കര രസകരമായിട്ട് ഇടപെടും. നിങ്ങൾ അതിനകത്ത് ഒരു മോശം ആറ്റിറ്റ്യൂഡ് കാണിച്ചാൽ അത് സ്റ്റേജിനകത്തും നിങ്ങൾ മൊത്തത്തിൽ കാണാൻ പറയും. ഞാൻ ആക്ടേഴ്സിനോടൊക്കെ പറയുന്നത്, നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിൽക്കുക. എന്താന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്നാൽ അത് കൃത്യം നിങ്ങളെ ശരീരത്തിനെ ബാധിക്കുന്ന ഒരു സാധനമാണിത്. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കും. അതിൻ്റെ ഏറ്റവും പോസിറ്റിവിറ്റീനെ എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു സാധനമാണ്. തിയേറ്റർ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ആയിട്ട് കൂടെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം ഇതൊക്കെ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് പലപ്പോഴും എടുക്കുക. മതവും ഇതും ഒന്നുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. മതമൊക്കെ അവസാനിക്കുന്നിടത്തും ദൈവം അവസാനിക്കുന്നിടത്തുമാണ് സത്യത്തിൽ സ്പിരിച്വാലിറ്റി സ്റ്റാർട്ട് ചെയ്യുക. അപ്പം എന്നെ സംബന്ധിച്ച് തിയേറ്ററാണ് എനിക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഫീല് കൊണ്ടുതരുന്നത്. ഞാൻ സ്പിരിച്വാലിറ്റി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ ഓടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. കാരണം നമ്മളെ സ്കൂളിങ് അങ്ങനെയായിരുന്നു. തിയേറ്ററിനകത്ത് വർക്ക് ചെയ്യുകയും നമ്മുടെ ബോഡി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണ് ഈ പരിപാടി, എന്താണ് ശരീരം, എന്താണ് സ്പിരിച്വാലിറ്റി, എന്തായിരിക്കണം. ഞാനൊക്കെ എന്താ പറയുക, ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ഒരു 20 വയസ്സ് വരെയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പബ്ലിക്കായൊന്നും നമ്മൾ ഷോർട്ട് ടെമ്പേർഡ് ആവില്ലെങ്കിലും വീട്ടിലൊക്കെ ഒരു സാധനം എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ദേഷ്യം തീരില്ലായിരുന്നു. പക്ഷെ തിയേറ്റർ എന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. എൻ്റെ അമ്മ വരെ അത്ഭുതപ്പെടും, എനിക്ക് എന്താണ് ഇത്ര മാറ്റം വന്നത്. പിന്നെ നമ്മളിങ്ങനെ എന്നേക്കാൾ മുന്നേ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഞാൻ വളരെ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇവരുടെ ഒരു സൈക്കോളജി എങ്ങോട്ടാണ് പോകുന്നത്, ഇവരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, ഇവരെവിടേക്കാണ് വീക്കാവുന്നത്. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് ഈ കാലത്തിനത് ആവശ്യമാണെന്ന് തോന്നുന്നു. അരാജകത്വത്തിൻ്റെ സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അരാജകത്വത്തിൻ്റെ രീതി വേറെയാണ്. ഒരു തലമുറ പുറകിലേക്ക് നമ്മൾ അല്ല ഓൾമോസ്റ്റ് നാടകക്കാരൊക്കെ ഒരുതരം അരാജകവാദികളുടെ സ്വഭാവത്തില് അല്ല, അതിന്റെ സമയം കഴിഞ്ഞു. നിങ്ങൾ പ്രൊഫഷണൽ ആവണം. നിങ്ങൾ പ്രൊഫഷണൽ ആവണമെന്ന് പറഞ്ഞാൽ അത് ഹൈലി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ, ഇപ്പൊ നമ്മളെ നാടകങ്ങളുടെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോ ഈ പ്രത്യേകിച്ച് എപ്പിക് ഡ്രാമകൾ, ബ്രത്തിന്റെ എപ്പിക് ഡ്രാമകൾ, ഷേക്സ്പിയർ നാടകം തൊട്ടിട്ട് തന്നെയുള്ള നാടകങ്ങൾ തന്നെ ഇപ്പൊ പെർസോണ എന്ന് പറയുന്ന ഈ മാസ്കുകൾ വെച്ചിട്ടാണല്ലോ നാടകങ്ങൾ. 2 തരത്തിലുള്ള മാസ്കുകൾ, 3 തരത്തിലുള്ള നാടകങ്ങൾ, കോമഡി, ട്രാജഡി, അങ്ങനെയുള്ള നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഗ്രീക്ക് നാടകങ്ങളുടെ ചർച്ചിൽ നിന്നാണ് നാടകം പിന്നീട് ചർച്ച് നാടകങ്ങളായിരുന്നു ആദ്യം. അതിനാണ് പിന്നീട് നാടകങ്ങൾ പുറത്തേക്ക്, മതിലുകൾക്ക് പുറത്തേക്ക് പോയത്, പൊളിറ്റിക്കൽ ഡ്രാമയും മാറിയത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ നാടകങ്ങളിൽ ഈ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെടുമ്പോഴേ നാടകങ്ങളുടെ ചേഞ്ചസ്, അത് ബിഹേവിയറിസത്തിലായിക്കോട്ടെ, നാച്ചുറലിസത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ എക്സ്പീരിമെന്റലായിക്കോട്ടെ, എങ്ങനെയാണ് ഈ നാടകത്തിന്റെ ചേഞ്ചസ് ഇന്ത്യൻ ഡ്രാമയിൽ നോക്കിക്കാണുന്നത്?
മോഡേൺ നാടകങ്ങളിലായിട്ട് വെച്ച് നോക്കുമ്പോൾ അത് പോസിറ്റീവ് ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ സ്റ്റിൽ പാരമ്പരാഗതമായ നാടക ശൈലിയാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഓക്കെ, നല്ല നല്ല ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഇന്ത്യൻ ഡ്രാമ എന്ന് പറയുമ്പോഴേ ഒന്നാമത് ഡ്രാമ എന്ന് പറഞ്ഞ സങ്കല്പം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രാമ ഇന്ത്യൻ സങ്കല്പത്തിലില്ല. നമ്മുടെ ഒരു ഇന്ത്യൻ ഡ്രാമ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കൂടിയാട്ടം പോലൊരു പെർഫോമൻസ്, അത് പെർഫോമൻസാണ്, ഡ്രാമയും അല്ല. നമ്മൾ നാട്യശാസ്ത്രം നാടകം എന്നൊക്കെ പറയുമെങ്കിലും കൂടിയാട്ടമാണ് ആക്ടിങ്ങിൻ്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആക്ടിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്ന, ആക്ടിങ്ങിനെ പെർഫോം ചെയ്യുന്ന വേറൊരു ആർട്ട് ഫോം ഉണ്ടോ എന്ന് സംശയം. ഇപ്പോൾ നമ്മൾ ഈ ലങ്കാലക്ഷ്മിയായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ രാവണൻ പറയുന്നുണ്ട്, സദാശിവന്റെ ചന്ദ്രഹാസം നാം നേടിയത് ഹിമാലയത്തെ കയ്യാൽ ഇളക്കി മറിച്ചാണ്. കൂടിയാട്ടത്തിനകത്ത് ഈ ഒരു സാധനം മണിക്കൂറുകൾ നീണ്ട പെർഫോമൻസാണ്. ഹിമാലയത്തിനെ ഇളക്കി മറിക്കൽ, പർവ്വതം നോക്കൽ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ആദ്യം രാവണൻ വന്നിട്ട് പർവ്വതം കാണുന്നു. പർവ്വതം ഒരു വെറും നോട്ടമല്ല, പർവ്വതം ഓരോ ഭാഗത്ത് നിന്ന് കാണുന്നു. പർവ്വതം കണ്ട് 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 ഇതിനൊരു സമയം എടുക്കും. രാവണൻ പോയി ഇവിടുന്ന് നോക്കുന്നു, മുകൾ ഭാഗം നോക്കുന്നു, താഴെ നോക്കുന്നു. അപ്പൊ ഈ നോട്ടം കൊണ്ട് ഒരു പർവ്വതത്തിന്റെ ഇമേജാണ് നമ്മുടെ മുന്നിലേക്ക് തരുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ പർവ്വതം ഇളക്കാൻ വേണ്ടിയിട്ട് കൈയിട്ടിട്ട് ആദ്യം കുഴി ഉണ്ടാക്കും, എന്നിട്ട് മണ്ണെടുക്കും. ഇവിടെ കുഴി ഉണ്ടാക്കും, ഇവിടുന്ന് മണ്ണെടുക്കും. എന്നിട്ട് ഇയാള് പൊക്കാൻ നോക്കുക. ഇയാൾ ക്ഷീണിച്ചു പോകും, അനക്കാൻ പറ്റില്ല, ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇയാൾ പറയുന്നത് ഇതുപോലെ ഒരു പർവ്വതം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഇയാൾ ഈ രാവണനാണല്ലോ, ഇയാൾ വീണ്ടും കൈയിടുന്നു. ഇത് മണിക്കൂറുകൾ നീണ്ട പെർഫോമൻസാണ്, ഡീറ്റെയിൽഡ് പെർഫോമൻസാണ്. ഇതിട്ട് ഇയാളങ്ങ് ഇളക്കുന്നു, പർവ്വതം ഇളക്കി ഇയാളങ്ങ് പൊക്കാൻ തുടങ്ങുകയാണ്. ഈ സാധനം ചെയ്യുമ്പോഴത്തേക്ക് ഈ ആക്ടർ വേർത്ത് കുളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് നമ്മളെ ഞെട്ടിക്കും. കാരണം ഒരു ആക്ടർ ഒന്നുമില്ല, ശൂന്യതയിൽ ഈ സാധനം ചെയ്യുന്നു. ഇവര് വേർത്ത് കുളിച്ചിരിക്കുമ്പോഴാണ് ഈ പർവ്വതം അങ്ങ് പൊങ്ങുക. പിന്നെ പൊങ്ങി ഇങ്ങനെ രണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ എറിഞ്ഞ് പിടിക്കുന്നു. ഒരു 3-4 തവണ പർവ്വതം എറിഞ്ഞിങ്ങനെ പിടിക്കുക. 4-5 തവണ കഴിയുമ്പോൾ കാലോണ്ട് ഒരൊറ്റ തട്ട. പിന്നെ ഇങ്ങനെ മേഘങ്ങളും കടന്ന് പർവ്വതം പോവുകയാണ്. ഇയാൾ നോക്കിയിട്ട് താഴേക്ക് വരുന്നില്ല. അപ്പം ഇയാൾ പറയും മദ്യവും ഇറച്ചിയും കൊണ്ടുവരാൻ പറയും. മദ്യവും ഇറച്ചിയും കഴിക്കുന്നു. മദ്യം ഇറച്ചിയും കഴിച്ചുകൊണ്ടിരുന്നിട്ടും ഈ സാധനം വരുന്നില്ല, അങ്ങ് പോയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇയാൾ ചൂത് കളിക്കാൻ തുടങ്ങും. ചൂത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒച്ച കേൾക്കും, പർവ്വതം വരുന്നുണ്ടാവും. ഇയാളിതൊക്കെ മാറ്റി പർവ്വതം വീണ്ടും പിടിക്കും. ഇത്ര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിങ് പാറ്റേൺ ആണ് ലോകത്തിൽ തന്നെ ഉള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള. നമ്മളെ ഇന്ത്യൻ നാടകത്തിൻ്റെ ഒരു സാധനം പറയുമ്പോൾ ആദ്യം ഒരു പക്ഷേ മെൻഷൻ ചെയ്യേണ്ട ഈ സാധനമായിരിക്കും. കാരണം നാട്യശാസ്ത്രം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എക്സ്പ്രഷൻസിനെ കുറിച്ച്, ശൃംഗാരം ഉണ്ടാകുമ്പം പുരികത്തിന് എന്താ വ്യത്യാസം ഉണ്ടാവുക, കണ്ണിന് എന്താ വ്യത്യാസം ഉണ്ടാവുക, ഇത് എക്സാജറേറ്റ് ചെയ്തിട്ടാണ്. കാരണം ആ ഫോമിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ശൃംഗാരം ഉണ്ടാകുമ്പോൾ നമ്മുടെ കവിളിൽ ഉണ്ടാകുന്ന മാറ്റം കുറച്ചുകൂടെ എക്സാജറേറ്റ് ചെയ്തിട്ടാണ് കഥകളിയും കൂടിയാട്ടത്തിനകത്തൊക്കെ വരുന്നത്. നമുക്ക് രൗദ്രത്തിലാണെങ്കിൽ നമ്മുടെ സ്വാഭാവികം ഉണ്ടാകുന്ന ലൈൻസിനെ വീണ്ടും എക്സാജറേറ്റ് ചെയ്യണം, വലുതാക്കും. അത് ഈ ഫോമിൻ്റെ പ്രത്യേകതയാണ്. അപ്പം ഈ നമ്മുടെ ഇന്ത്യൻ തിയേറ്റർ എന്ന് പറയുന്നത് ഈ സംഗീത നാടകങ്ങൾ, പാസി നാടകങ്ങളൊക്കെ ഇവിടെ വരികയും കൊൽക്കത്തയിലൊക്കെ ഈ സാധനങ്ങൾ അവതരിപ്പിക്കുകയും ബ്രിട്ടീഷുകാർ വരുന്നതിനോടുകൂടിയാണ് ഇവിടെ വരുന്നത്. എൻ്റർടൈനിങ് നാടകങ്ങളാണ്. ഇതിൻ്റെ ഒരു ധാരയെന്നാണ് നമ്മൾ പുതിയ നാടകങ്ങളിലേക്കൊക്കെ വരുന്നത്. നമ്മൾ നാടകത്തിൻ്റെ പല ഏരിയകളിലും ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലാണെങ്കിലും ഇന്ത്യൻ്റെ ഓൾ ഓവർ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിലും പുതിയ അന്വേഷണങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഒരു നാടക സങ്കല്പത്തിനകത്ത് ഇപ്പോഴും ഒരു സംഗീത നാടകത്തിൻ്റെ എലമെൻറ്റുകൾ എവിടെയോ കയറി കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ സംഗീത നാടകത്തിൻ്റെ ഒരു ധാര നമ്മുടെ ഒരു പൊളിറ്റിക്കൽ നാടകം, പ്രൊപ്പഗൻഡ നാടകമായിട്ട് നിലനിൽക്കുന്നുണ്ട്. നാടകം എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗൻഡ നാടകമാണ് എന്ന് മാത്രം കരുതുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലൊക്കെ വന്നു. നാടകത്തിൻ്റെ വേറൊരുപാട് ഏരിയകളുണ്ട്. ആ ഏരിയകളിലേക്ക് നമുക്ക് എന്താ വെച്ചാൽ കൊമേഴ്ഷ്യൽ നാടകങ്ങളുണ്ട്, പ്രൊപ്പഗൻഡ നാടകങ്ങളുണ്ട്. അപ്പോൾ ഈ അമേച്ചർ നാടകത്തിനകത്ത് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ, ഡയറക്ടേഴ്സ് ഒരുപാട്, ഇപ്പോൾ ജോസ് ചെറമേലിനെ പോലുള്ള ഡയറക്ടേഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം വന്ന ഒരുപാട് ഡയറക്ടേഴ്സ്, ഇപ്പോൾ രാജുമാഷാണെങ്കിൽ രാജുമാഷിൻ്റെ കൂട്ടുകൃഷിയൊക്കെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് കേരളത്തിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ പല ആൾക്കാർ, ഇപ്പം ശങ്കറാണെങ്കിൽ ദീപനും ശങ്കറും ഒക്കെ
പുതിയ അന്വേഷണങ്ങൾ നടത്തുന്നത്. അതിൽ എൻ്റെ ഒരു പേഴ്സണലി ശങ്കറിൻ്റെ ഒക്കെ അന്വേഷണങ്ങൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പുതിയൊരു ലാംഗ്വേജ്, അത് കേരളത്തിൻ്റെ ലാംഗ്വേജ് ആണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ അത് തിയേറ്ററിൻ്റെ ലാംഗ്വേജ് ആണെന്ന് ഉത്തരം പറയലായിരിക്കും ഏറ്റവും എളുപ്പം. ഇപ്പോൾ സഹീൻ്റെ മകൻ ശങ്കർ ചെയ്യുന്ന സമയത്ത് ജപ്പാനിലുള്ളൊരു നടിയാണ് വരുന്നത്. നിങ്ങൾ കേരളത്തിൻ്റെ ലാംഗ്വേജ് അന്വേഷിച്ച് പോയാൽ ചിലപ്പം സഹീൻ്റെ മകനിൽ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അതിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള തിയേറ്ററിൻ്റെ ലാംഗ്വേജ് ഉണ്ട്. അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടതെന്നുള്ള, അത് ഒരു ഇൻ്റർനാഷണൽ ആവുക എന്നുള്ളതല്ല. ഇപ്പം തെയ്യത്തിൻ്റെ അകത്തുള്ള തിയേറ്ററിൻ്റെ ലാംഗ്വേജ് ഭയങ്കരമായിട്ടുള്ളൊരു ഫോമാണ് തെയ്യം. തിയേറ്റർ ഒരു ഭാഷയായിട്ട് നിലനിൽക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് വിളിച്ചു പറയൽ വേണ്ടി വരില്ല. അപ്പോൾ എങ്ങനെ, അത് ഓരോ ആൾക്കാരുടെ ചോയ്സാണ്. നമുക്ക് പ്രൊപ്പഗൻഡ നാടകങ്ങൾ വേണം, അതല്ലാതെ ചില എക്സ്പെരിമെൻ്റൽ നാടകങ്ങൾ വേണം, കൊമേഴ്ഷ്യൽ നാടകങ്ങൾ വേണം. പ്രൊഫഷണൽ നാടകം ഒട്ടും മോശമെന്ന് പറയാൻ പറ്റില്ല, അത് ഇന്നും കാണുന്ന ആൾക്കാരുണ്ട്, അമ്പലപ്പറമ്പിൽ തിങ്ങി നിറഞ്ഞ് കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇതാണ് നാടകം എന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് മോഹൻലാൽ അഭിനയിച്ച ലങ്കാലക്ഷ്മി. മോഹൻലാലിനെ പോലെ ഒരു നടൻ, ഏഷ്യാനെറ്റിനെ പോലുള്ള വളരെ ഫിനാൻഷ്യലി പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ചാനൽ, ഇവർ ലങ്കാലക്ഷ്മി ചെയ്യുമ്പോൾ തെർമോക്കോളിൻ്റെ കിരീടമാണ് മോഹൻലാൽ വെച്ച് കൊടുക്കുന്നത്. നാടകമാണെങ്കിൽ ഇത് മതി എന്ന് ധരിക്കുന്ന ഭയങ്കര ബോറൻ അവസ്ഥയാണ്. മോഹൻലാൽ എത്ര മോശമായിട്ടാണ് ആ സാധനം അഭിനയിക്കുന്നത്. മോഹൻലാലെ പോലൊരു ആക്ടർ സിനിമയിൽ ഒരിക്കലും അങ്ങനെ അഭിനയിക്കില്ല. നാടകമാണെങ്കിൽ ഇതാണ് അഭിനയം എന്നുള്ള എവിടെയോ തെറ്റിദ്ധാരണയാണ്. അതേസമയത്ത് തിയേറ്ററിന് നന്നായിട്ട് അറിയുന്ന ആക്ടേഴ്സ്, മുരളി ആയിക്കോട്ടെ, തിലകനായിക്കോട്ടെ, ഭരത് ഗോപി ആയിക്കോട്ടെ, കാരണം ആക്ടിങ് ആണ്. അവർ നാടകമായതുകൊണ്ട് ഫോം മാറ്റൊന്നുമില്ല. നസറുദ്ദീൻ ഷാ പറയുന്നുണ്ട് ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഒന്നുള്ളൂ, സിനിമയിലൊരു ആക്ടിങ്, നാടകത്തിൽ വേറെ ആക്ടിങ് ഒന്നുമല്ല. ആക്ടിങ് എന്ന് പറഞ്ഞാൽ നല്ല ആക്ടിങ്ങും മോശം ആക്ടിങ്ങും, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോമിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതാണ് ആക്ടിങ്ങിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജയതി ശ്രീകുമാർ പറയുന്നത്, നല്ല ആക്ടേഴ്സിനെ അറിയണേ നിങ്ങൾ സ്ട്രീറ്റിൽ ഇറക്കുക. അവർ നടക്കുന്ന, അവർ പറയുന്നത് കേട്ടാൽ അറിയാം. ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുന്ന സമയത്ത് നിങ്ങളെ മുഖം മാത്രമേ കിട്ടുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. ശരീരം മുഴുവനായാലും ഇൻവോൾവ് ആയാൽ മാത്രമേ നിങ്ങളെ മുഖത്തേക്ക് ആ കൃത്യമായിട്ടുള്ളത് വരുള്ളൂ. കാരണം ശരീരത്തിനെ നിങ്ങൾക്ക് പകുതി കട്ട് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു നോട്ടം പോലും ശരീരമായിട്ട് പൂർണ്ണമായിട്ട് കണക്ട്. അപ്പോൾ അത്തരത്തിൽ ആക്ടിങ് അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭയങ്കര ഡെപ്തിലേക്ക് പോകുന്നൊരു സാധനമാണ്. നമ്മുടെ ഇമോഷൻസിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന സാധനമാണ്. അത് നിങ്ങൾ ക്ലോസ് ഷോട്ടാണെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് മുഖം വച്ച് മാത്രമൊന്നും അഭിനയിക്കാൻ പറ്റില്ല. നിങ്ങളെ നിപ്പ്, നിങ്ങളുടെ കാല്, ഞാൻ എൻ്റെ ആക്ടേഴ്സിനോട് എപ്പോഴും പറയുന്നത് നിങ്ങളെ കാല് ഫ്ലോറിലാണോ എന്ന് നോക്കണം. നമ്മളറിയാതെ കാല് ഒന്ന് ഫ്ലോറിൽ നിന്ന് പൊങ്ങിയാൽ മതി, അത് വീക്കാവും. ബോഡിയിൽ അറിയാൻ പറ്റും. ഒരു നമ്മുടെ ഭൂമിയായിട്ടുള്ള കണക്ഷൻ ഒന്ന് കട്ട് ചെയ്താൽ മതി. ഒരു ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കുന്ന പോലെയാ. ഒരു വയർ ഇങ്ങനെ മാറിയാൽ മതി, അവിടെ പിന്നെ ലൈറ്റ് കത്തില്ല, കറണ്ട് എത്തില്ല എന്ന് പറയുന്ന പോലെയാണ്. അത്രയ്ക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡുമാണ്, വളരെ സ്ട്രോങ്ങുമാണ്, വളരെ സിമ്പിളുമാണ്. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ള. ഇത് കണക്ഷൻ കൊടുക്കാൻ അറിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഫേസ് ന്യൂട്രൽ ഏതാ അറിയാത്തവനെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല. ഇത് കൃത്യം അറിയുന്ന ആൾക്ക് നമ്മൾ ടെസ്റ്റർ യൂസ് ചെയ്ത് നോക്കിയാൽ ഫേസ് ഏതാ ന്യൂട്രൽ ഏതാന്ന് അറിയാം. അത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ആക്ടിങ്ങിനകത്ത് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. യെസ്, വൈൻഡപ്പ് ചെയ്യാം.